ലേണിംഗ് പ്രിട്ടിമിസ് ആണ്. ഇത് ഓരോ സബ്ജക്റ്റുകളുടെയും എക്സാം കഴിഞ്ഞ് ഫുൾ കോൺഫിഡൻസോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ബയോളജിനെ നമുക്ക് ഫുൾ കോൺഫിഡൻസിൽ നേരിടേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് മിസ് വന്നിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടുമല്ല, ബയോളജി നമ്മളെ കുഴപ്പിക്കാൻ ചെറിയ രീതിയിൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല. അപ്പൊ മോഡൽ എക്സാമിന് കണ്ടതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർക്ക് നല്ല ബുദ്ധിമുട്ടാവാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒന്ന്, ജയിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ തോൽപ്പിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും, A+ ആഗ്രഹിക്കുന്ന കുട്ടികളെ എന്താണ് അത് നഷ്ടപ്പെടുത്തി എയിലേക്കോ B+ലേക്കോ നഷ്ടപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ചാൻസുമാണ്. അപ്പൊ ആ ഒരു ചാൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. അതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള A+ നഷ്ടമായേക്കാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്കിൽ നിന്ന് ഒരു പിടി താഴേക്ക് നിങ്ങൾ ഇറക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പ്രീവിയസ് ഇയർ 2019 തൊട്ടുള്ളത് അനലൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണണം ആൻഡ് നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇതാ ചോദ്യത്തിലേക്ക് പോവുകയാണ്. സാധാരണ നിങ്ങൾക്ക് ന്യൂക്ലിയോടൈഡ് തന്നിട്ട് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ ഇല്ലസ്ട്രേഷൻ സീൻ ഹിയർ. തന്നിട്ടുള്ള ചിത്രീകരണം സൂചിപ്പിക്കുന്നതുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണ്. തന്നിട്ടുള്ളത് എന്താണ്, ഒരു ന്യൂക്ലിയോടൈഡ് ആണ്. ഓക്കെ, അത് നമ്മൾ എഴുതുന്നു ന്യൂക്ലിയോടൈഡ്. അത് നമുക്ക് A ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. B ക്വസ്റ്റ്യൻ ആൻസർ എന്താ, വാട്ടർ ഇൻഡിക്കേറ്റഡ് ബൈ P, S and T എന്നാണ്. P എന്ന് പറയുന്നത് എന്താ മക്കളെ, ഫോസ്ഫേറ്റ് ആണ് അല്ലേ. P എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോസ്ഫേറ്റ് ആണ്. ആൻഡ് S എന്ന് പറയുന്നത് ഒരു ഷുഗർ മോളിക്യൂൾ ആണ്, പഞ്ചസാര തന്മാത്രയാണ്. അതും നമുക്ക് കിട്ടി. ആൻഡ് T എന്ന് പറയുന്നത് ഏത് നൈട്രജൻ ബേസ് ആണ്, അത് നമ്മുടെ തൈമിൻ നൈട്രജൻ ബേസ് ആണ്. തൈമിൻ നൈട്രജൻ ബേസ് ആണ്. ഓക്കെ, അതും നമുക്ക് കിട്ടി, തൈമിൻ. പക്ഷെ C ക്വസ്റ്റ്യൻ നോക്കുക, നെയിം ദ കോംപ്ലിമെന്ററി പെയർ ദാറ്റ് പെയർ വിത്ത് ദസ്. ഈ ഭാഗവുമായി ജോഡി ചേരുന്ന ഭാഗത്തിന് പേര് നൽകുക എന്നാണ്. അപ്പൊ ഇതിനോട് ജോഡി ചെയ്യുന്നത് ഏതാണ് എന്നാണ് നമുക്കറിയാം. തൈമിനാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് DNA മോളിക്യൂളാണ്. DNA മോളിക്യൂൾ ആകുമ്പോൾ തൈമിന്റെ നേരെ ഡബിൾ ബോണ്ടുമായിട്ട് പേര് ചെയ്യുന്നത് ആരാണ്, അത് നമ്മുടെ അഡിനീൻ ആയിരിക്കും അല്ലെ, അഡിനീൻ ആയിരിക്കും. ആൻഡ് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ വേണമെങ്കിൽ ഫോസ്ഫേറ്റ്, ഇത് ഷുഗർ, ഇത് നമ്മുടെ തൈമിൻ ഡബിൾ ബോണ്ട്. അപ്പൊ ഇവിടെ ആര് വരുന്നു, അഡെനിൻ വരുന്നു. ആൻഡ് ഇവിടെ നമ്മുടെ ഷുഗർ മോളിക്യൂള്, ഇവിടെ നമ്മുടെ ഫോസ്ഫേറ്റ് വരുന്നു. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാനാണ്, ഒരു പേര് വരയ്ക്കാൻ ചോദിച്ചാൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാനും പഠിക്കുക. തൈമിന്റെ കൂടിനാണ് അഡിനാണ് പേര് ചെയ്യുക. ഇതിന് പകരം സൈറ്റോസിൻ വന്നാൽ ഗ്വാനിനാണ്. ഇനി RNA-യിലാണ് തന്നിട്ടുള്ളത് എങ്കിൽ, ഇനി അഡിനിൻ തന്നിട്ടാ ചോദിച്ചെങ്കിൽ നമ്മൾ എന്ത് എഴുതണം, യുറാസിൽ എഴുതണം. അപ്പൊ ഇത് സ്പെസിഫിക് ആയിട്ട് പഠിക്കുക. 3 മാർക്കിന്റെ ചോദ്യമാണ്, നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയരുത്. രണ്ടാമത്തെ നോക്കുക, ഒബ്സർവ് ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് മിസ്സിംഗ് മെമ്പേഴ്സ് ഓഫ് ഹ്യൂമൻ റേസ് ആണ്. നമ്മൾ ഹ്യൂമൻ റേസ് എല്ലാം പഠിക്കുന്നുണ്ട്, പക്ഷേ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കൺഫ്യൂഷൻ വന്നു പോകരുത്. എല്ലാം ചോദ്യമുണ്ട്. മാച്ച് ദ ഫോളോയിങ് അല്ല, ഓർമ്മയിൽ നിന്ന് തന്നെ നിങ്ങൾ എടുത്തെഴുതണം. സ്പെല്ലിംഗ് തെറ്റിക്കാനും പാടില്ല. അപ്പൊ ഇവിടെ നോക്കാം, മോഡേൺ മാൻ ഡെവലപ്ഡ് ബ്രെയിൻ അല്ലെ, ആധുനിക മനുഷ്യനാണ്, വികസിച്ച മസ്തിഷ്കമുള്ളതാണ്. ആധുനിക മനുഷ്യൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഹോമോ സാപ്പിയൻസ് ആണ്, ആണല്ലോ. ഹോമോ സാപ്പിയൻസ് ആണ്, ഹോമോ സാപ്പിയൻസ്. ഓക്കെ, അപ്പൊ ഹോമോ സാപ്പിയൻസ് എഴുതി. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു സ്റ്റാൻഡ് ഇറക്റ്റ് ആണ്, നിവർന്നു നിൽക്കാൻ കഴിയുന്നത്. നിവർന്നു നിൽക്കാൻ കഴിയുന്നത് വേറെ ആർക്കുമല്ല, നമുക്ക് ഹോമോ ഇറക്ടസ് ആണ്, ഹോമോ ഇറക്ടസ് ആണ്. ഓക്കെ, അതും നമ്മൾ എഴുതി, ഹോമോ ഇറക്ടസ്. ടാന്ന് എഴുതാം, അല്ലെങ്കിൽ ടാജിസ്റ്റ് എഴുതാം കേട്ടോ. ഇനി മൂന്നാമത്തേതോ, സ്ലെൻഡർ ബോഡി ഫോസിൽസ് വർ ഡിസ്കവർഡ് ഫ്രം ആഫ്രിക്ക. അതാണ് ഓസ്ട്രലോപിത്തക്കസ്. അത് നമ്മൾ പഠിക്കുന്നതാണ്. മോസ്റ്റ് പ്രിമിറ്റീവ് മെമ്പർ ഓഫ് ഹ്യൂമൻ റേസ്, മനുഷ്യകുലത്തിലെ ഏറ്റവും പുരാതന അംഗം, അത് നമ്മുടെ ആർഡിപിത്തക്കസ് റാമിഡിസ് ആണ് അല്ലെ, ആർഡിപിത്തക്കസ് റാമിഡിസ് ആണ്. അപ്പൊ ഇതെന്തായാലും പഠിക്കണം. ഇതിൽ ഏത് വേണേലും ചോദ്യം വരാം. ആസ്ട്രലോപിത്തക്കസ് അഫ്രാൻസിസ് പഠിക്കണം, അതുപോലെ തന്നെ വരുന്നതാണ് ഹോമോ ഹാബിലിസും, അത് കൂടെ തന്നെ പഠിച്ചു പോവാം. അടുത്തത്, ജിറാഫ് വിത്ത് ഷോർട്ട് നെക്സ്, ഫുഡ് സ്കേഴ്സിറ്റി, സ്ട്രെച്ചഡ് നെക്സ് ടു ടാൾ ട്രീസ്, എമർജൻസ് ഓഫ് ജിറാഫ്സ് വിത്ത് ലോങ് നെക്ക് ആണ് ചോദ്യം തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് ആൾക്കാരെ എല്ലാം മനസ്സിലായി, അല്ലെങ്കിൽ ഇത് ആരാണ് എന്ന് നമുക്ക് മനസ്സിലായി. ശ്രദ്ധിച്ച് എഴുതേണ്ട ഒരു ചോദ്യം കൂടിയാണിത്. അപ്പൊ ചോദ്യം തന്നിട്ടുള്ളതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്,
ജിറാഫിന് ഷോർട്ട് നെക്ക് ആയിരുന്നു, ഫുഡ് സ്കേസിറ്റി വന്നു, ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ടായി, എന്നിട്ടോ കഴുത്ത് നീണ്ടു ടോൾ ട്രീസിലേക്ക് വേണ്ടിയിട്ട് മരങ്ങളിലേക്ക് കഴുത്ത് നീട്ടാൻ തുടങ്ങി. അങ്ങനെ ജിറാഫിന് നീളമുള്ള നെക്കായി. ഹൂ പ്രപ്പോസ്ഡ് ദിസ് ടൈപ്പ് ഓഫ് ഐഡിയ എന്നാണ് ചോദിച്ചത്. ഇത് കൊണ്ടുവന്നത് ആരാണ്? ഇത് വേറെ ആരുമല്ല, നമ്മുടെ ലാമാർക്ക് കൊണ്ടുവന്നതാണ് അല്ലെ. ലാമാർക്ക് കൊണ്ടുവന്ന ഒരു തിയറിയാണിത്. അപ്പൊ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് അല്ലെങ്കിൽ ലാമാർക്ക് എന്ന് എഴുതിയാലും മതി. ഹു വാസ് ദിസ് ആർഗ്യുമെന്റ് അപ്രൂവ്ഡ് ബൈ ദ സയന്റിഫിക് വേൾഡ്? ശാസ്ത്രം ഇതിനെ എന്ത് ചെയ്തു? അപ്രൂവ് ചെയ്തു എന്നാണ് ചോദ്യം. ചെയ്തിട്ടില്ല അല്ലെ, നമുക്ക് എഴുതാൻ പറ്റും നോ. ബിക്കോസ് എന്തുകൊണ്ടാ? നമ്മുടെ ലാമാർക്ക് പറഞ്ഞത് അക്വയർഡ് ക്യാരക്ടേഴ്സ് അടുത്ത ജനറേഷനും ട്രാൻസ്ഫർ ആവുമെന്നാണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് പ്രൂവൻ. അപ്പൊ നമുക്ക് പറയാം നോ, ബിക്കോസ് അക്വയർഡ് ക്യാരക്ടേഴ്സ് ഡു നോട്ട് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് ജനറേഷൻ അല്ലെ. അടുത്ത തലമുറയിലേക്ക് സ്വയാർത്ഥ സ്വഭാവങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. 2 മാർക്ക് നമ്മുടെ പോക്കറ്റിൽ വീണു. അടുത്ത ചോദ്യം നോക്കണേ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. Analyze the illustration and answer the following question. Identify A and B. ഇതാണ് നമ്മുടെ എയും ഇതാണ് നമ്മുടെ ബിയും. വിറ്റാമിൻ എയിൽ നിന്ന് റെറ്റിനാൽ ഉണ്ടാവുന്നു, അമിനോ ആസിഡ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് എ അതിൽ നിന്ന് ഒരു സാധനം കൂടി ഉണ്ടാവുന്നുണ്ട്, അതാണ് റോഡ് സെല്ലിലേക്ക് പോകുന്നത്. സോ ഈ എയും ബിയും എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. അമിനോ ആസിഡ് പറഞ്ഞിട്ടുള്ളത് ഏതാണ്? ഓപ്സിൻ ആണ് അല്ലെ. റെറ്റിനാലും ഓപ്സിനും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? റോഡോപ്സിൻ ഉണ്ടാവുന്നത്. സോ വിറ്റാമിൻ എയിൽ നിന്ന് റെറ്റിനാൽ ഉണ്ടാവുന്നു, അമിനോ ആസിഡ് ആയിട്ടുള്ള ഓപ്സിനും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ എന്തുണ്ടാവുന്നത്? റോഡോപ്സിൻ ഉണ്ടാവുന്നത്. സോ എ എന്ന് പറയുന്നത് ഓപ്സിൻ ആണ്, ബി എന്ന് പറയുന്നത് റോഡോപ്സിൻ ആണ്. അത് നമുക്ക് കിട്ടി. ഇനി വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുന്നത് ബിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് എങ്ങനെ? ഹൗ ഡസ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ ഇൻഫ്ലുവൻസ് ആക്ടിവിറ്റി ഓഫ് ബി എന്നാണ് ചോദ്യം. നമുക്കറിയാം വിറ്റാമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റെറ്റിനാലിന്റെ ഉത്ഭവം കുറയും. സോ എന്ത് സംഭവിക്കുന്നു? ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ റിസൾട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് റെറ്റിനാൽ അല്ലെ, റിഡക്ഷൻ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് റെറ്റിനാൽ. അപ്പൊ വിറ്റാമിൻ എ കുറഞ്ഞാൽ റെറ്റിനാൽ കുറയും, റെറ്റിനാൽ കുറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? റോഡോപ്സിൻ കുറയും. അപ്പൊ നമുക്ക് വിഷൻ പോസിബിൾ ആവില്ല. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിലേക്കൊക്കെ നയിക്കുന്നത് ഇതാണ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം എന്തിലേക്ക് നയിക്കുന്നു അല്ലെ? അന്ധതയിലേക്ക് നയിക്കുന്നു. അതാണ് നമ്മൾ പഠിക്കുന്നത് ഏത്? സിറോഫ്താൽമിയ അല്ലെ. സ്ഥിരമായിട്ട് അല്ലെങ്കിൽ വിറ്റാമിൻ എ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കുറവാണ് കിട്ടുന്നതെങ്കിൽ അതാണ് സിറോഫ്താൽമിയയിലേക്ക് ലീഡ് ചെയ്യുന്നത്. അത് കോർണിയ അധാര്യമായി തീരുന്നു. അങ്ങനെ നമുക്ക് കാഴ്ചശക്തി പോവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ എല്ലാ WBCയും പഠിക്കും, പക്ഷെ ഈ 2 കക്ഷികളെ അങ്ങ് മറന്നുപോകും അല്ലെ. അങ്ങനെ മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് നോക്കിക്കോ. ഡിസ്ട്രോയ് ക്യാൻസർ സെൽ ന്യൂട്രലൈസസ് ദ ടോക്സിൻസ് ഓഫ് ആന്റിജൻസ്. എ ഏതാണ്, ബി ഏതാണെന്നാണ്. ഇവിടെ എ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത് ടി ലിംഫോസൈറ്റ് ആണ്. ആൻഡ് നമ്മൾ പഠിക്കുന്നത് ബി ലിംഫോസൈറ്റ് ആണ്, ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നത്. അപ്പൊ ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും. എയുടെയും ബിയുടെയും രോഗകാരികളെ നശിപ്പിക്കുന്ന മറ്റു മാർഗങ്ങൾക്ക് ഒരു ഉദാഹരണം ഏതാനാണ്? ടി എന്താ ചെയ്യുന്നത്? സ്റ്റിമുലേറ്റ് അതർ ഡിഫൻസ് സെൽസ് ഓഫ് ദ ബോഡി, ഡിസ്ട്രോയ് സെൽ അഫക്റ്റഡ് ബൈ വൈറസ് അല്ലെ. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കാനും അതുപോലെ തന്നെ മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കാനും ബി ലിംഫോസൈറ്റിന് ഒരു കഴിവുണ്ട്. ടി ലിംഫോസൈറ്റിന് കഴിവുണ്ട്. ഇനി ബി ലിംഫോസൈറ്റ് ആണെങ്കിലോ ബാക്ടീരിയയുടെ കോശസ്ഥലത്തെ സ്ഥിരീകരിച്ച് നശിപ്പിക്കുന്നു, മറ്റ് രക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അപ്പൊ ബി ലിംഫോസൈറ്റ് ആണ് ബാക്ടീരിയയുടെ ആ മെംബ്രെയിനെ ഒക്കെ നശിപ്പിച്ച് അവരെ കംപ്ലീറ്റ് ആയിട്ട് കൊല്ലാൻ സഹായിക്കുന്നത്. അപ്പൊ അതിന്റെ കഴിവ് ആർക്കുണ്ട്? ബി ലിംഫോസൈറ്റിനുണ്ട്. അപ്പൊ ഇവരുടെ 2 പേരുടെയും പ്രത്യേകത പഠിക്കണം. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ കൂടിയാണ് ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. അടുത്ത സി ക്വസ്റ്റ്യൻ. ഇവയുടെ പ്രവർത്തനം പ്രത്യേക പ്രതിരോധം എന്നറിയപ്പെടാൻ കാരണം എന്താ? Why it is called a specific defense mechanism? അതും 1 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാൻ കാര്യം വേറൊന്നുമല്ല, ലിംഫോസൈറ്റ് ആക്ടിവേറ്റഡ് ദ പ്രസൻസ് ഓഫ് സർട്ടൻ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആന്റിജൻസ് അല്ലെ. ആന്റിജനിക്സ് അല്ലെങ്കിൽ രോഗകാരികളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് അവയെ പോയി നശിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ലിംഫോസൈറ്റിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലിംഫോസൈറ്റിനെ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യം നോക്കുകയാണെ. Explain how body will react to situations described below. A foreign antigen reaches one's blood, components of vaccine enter the body. ഇതിന്റെ കാരണം വ്യക്തമാക്കാനാണ്. ഒരു വിദേശ ആന്റിജൻ ഒരാളുടെ രക്തത്തിലെത്തി, നമ്മുടെ ബോഡിയിലെ അല്ലാത്ത രക്തം പോസിറ്റീവ് ആണെങ്കിൽ ബി ആന്റിജൻ നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പൊ എന്താ സംഭവിക്കുക? ഫോറിൻ ആന്റിജൻ റീച്ചസ് പേഴ്സൺസ് ബ്ലഡ്, റെസിപ്പിയന്റ് ഡിഫൻസ് ആക്ടിവിറ്റി സ്റ്റിമുലേറ്റഡ്, ആന്റിജൻ ഇൻ ദ റിസീവ്ഡ് ബ്ലഡ് ആൻഡ് ആന്റിബോഡി ഇൻ ദ റെസിപ്പിയന്റ് ബ്ലഡ് വിൽ റിയാക്ട് വിത്ത് ഈച്ച് അതർ, റിസൾട്ട് ഇൻ ക്ലോട്ടിംഗ് ഓഫ് ദ ബ്ലഡ്.
അപ്പൊ എന്റെ ബോഡിയിലെ എന്റേതല്ലാത്തൊരു ആന്റിജൻ, ഇപ്പൊ മിസ് എ പോസിറ്റീവ് ആണെങ്കിൽ ഒരു ബി ആന്റിജൻ മിസ്സിന്റെ ബോഡിയിൽ കയറിയാൽ എന്ത് സംഭവിക്കും? ആ പറയുന്ന ബി ആന്റിജനും സ്വാഭാവികമായി കാണപ്പെടാത്ത ആന്റിജൻ എത്തിയതാൽ രക്തം വാങ്ങിയ ആളുടെ ശരീരത്തിലെ ആന്റിബോഡിയും അയാൾക്ക് നൽകിയ രക്തത്തിലെ ആന്റിജനും ഈ ബി ആന്റിജനും മിസ്സിന്റെ ബോഡിയിലുള്ള സ്മോൾ ലെറ്റർ ബി ആന്റിബോഡിയും തമ്മിൽ കൂട്ടിക്കലർന്ന് അവിടെ ഒരു വലിയ അടിപിടി ഉണ്ടാകും. അങ്ങനെ രക്തക്കട്ട രൂപപ്പെടുന്നു, ബ്ലഡ് ക്ലോട്ടിംഗ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് മറ്റൊരു ആന്റിജൻ നമ്മുടെ ബോഡിയിൽ വന്നാൽ സംഭവിക്കുന്നത്. ആൻഡ് എന്നിട്ടോ ഡിസ്ട്രക്ഷൻ ഓഫ് ആന്റിജൻ ബോഡി ക്യാൻ ഓൾസോ കൺസേൺ. ഇത് എന്താണ്, പെട്ടെന്ന് സംഭവിച്ചാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഡെത്തിലേക്ക് വരെ പോസിബിൾ ആവുന്ന ഒരു റീസൺ ആണ്. ആൻഡ് വാക്സിൻ നമ്മുടെ ബോഡിയിലേക്ക് കയറിയാലോ, കമ്പോണന്റ് ഓഫ് വാക്സിൻ എൻ്റർ ദ ബോഡി, ഇറ്റ് ആക്ട് ആസ് ആന്റിജൻ, സ്റ്റിമുലേറ്റ് ഡിഫൻസ് മെക്കാനിസം ഓഫ് ബോഡി, ആന്റിബോഡീസ് ഫോംഡ് ഇൻ ദ ബോഡി അഗെയിൻസ്റ്റ് ദം ആൻഡ് ആന്റിബോഡീസ് റീറ്റെയിൻഡ് ഇൻ ദ ബോഡി ലേറ്റർ ഓൺ പ്രൊട്ടക്ട് ദ ബോഡി ഫ്രം പാത്തജൻ റെസ്പോൺസിബിൾ ഫോർ ദ ഡിസീസ്. വാക്സിൻ എന്ന് പറഞ്ഞാൽ ഡിസാംഡ് ആയിട്ടാണ് അല്ലെ, അവർ ശരിക്കും രോഗം നമുക്ക് ഉണ്ടാക്കുന്നില്ല, പക്ഷെ ആ രോഗാണു തന്നെയാണ്, രോഗം പരത്തുന്നില്ലാത്ത ഇനാക്റ്റീവ് ആയിട്ടുള്ള രോഗകാരി തന്നെയാണ് നമ്മൾ വാക്സിൻ വഴി കുത്തിവെറ്റുന്നത്. അപ്പൊ ഈ രോഗകാരി അല്ലെങ്കിൽ ആ ടോക്സിൻ നമ്മുടെ ബോഡിയിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ബോഡി ഇതിനെ ഒരു രോഗകാരിയായിട്ട് തിരിച്ചറിയുകയും അതിനെ കൊല്ലാനുള്ള ആന്റിബോഡി നമ്മുടെ ബോഡി പ്രിപ്പയർ ചെയ്യും. ആന്റിബോഡി പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും, പക്ഷെ അത് നശിച്ചു പോകും. പക്ഷെ നമ്മുടെ ബോഡിയിൽ ആ ആന്റിബോഡീസ് ഉണ്ടാക്കപ്പെട്ടു. പിന്നീട് ഈ രോഗകാരി, ശരിക്കുള്ള രോഗകാരി നമ്മുടെ ബോഡിയിലേക്ക് വന്നാൽ അന്നത്തെ ആ രോഗകാരിന്റെ ഓർമ്മ തിരിച്ചറിഞ്ഞ് നമ്മുടെ ആന്റിബോഡീസ് ആക്ട് ചെയ്യും. അതാണ് വാക്സിന്റെ പ്രവർത്തനം എന്നുള്ളത്. സോ വാക്സിനേഷൻ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ രോഗത്തിന് ഉപയോഗിക്കുന്ന വാക്സിൻ, ട്യൂബർക്കുലോസിസ് ആണെങ്കിൽ നമ്മൾ BCG യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ പോളിയോ ആണെങ്കിൽ OPV യൂസ് ചെയ്യുന്നു. അപ്പൊ ഓരോ വാക്സിനും കൂടെ പഠിച്ചു വെക്കുക. സ്കിൻ ഈസ് കൺസിഡേർഡ് ദ സേഫ്റ്റി ഷീൽഡ് ഓഫ് ബോഡി. വൈ? ത്വക്കിനെ നമ്മുടെ ശരീരത്തിന്റെ സുരക്ഷാ കവചമായി കാണുന്നു. എന്തുകൊണ്ടാ? നമ്മുടെ സ്കിന്നിൽ കുറേ മെക്കാനിസംസ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ്. സേഫ്റ്റി ഷീൽഡ് പ്രിവെന്റ് ദ എൻട്രി ഓഫ് പാത്തജൻസ് ഇൻ ടു ദ ബോഡി അല്ലെ, നമ്മുടെ ബോഡിയിലേക്ക് രോഗാണുക്കളെ കയറാതിരിക്കാൻ പ്രതിരോധിക്കുന്നത് നമ്മുടെ സ്കിന്നാണ്. പ്രോട്ടീൻ കെരാറ്റിൻ ഇൻ ദ എപ്പിഡെർമിസ് സ്കിൻ പ്രിവെന്റ് ദ എൻട്രി ഓഫ് ജേംസ്. നമ്മുടെ പ്രോട്ടീൻ ഉണ്ട് നമ്മുടെ സ്കിന്നിൽ, അത് കെരാറ്റിൻ അതിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട് രോഗാണുക്കൾ കയറാതെ. സെബം പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്ലാൻഡ് കീപ് ദ സ്കിൻ ഓയിലി ആൻഡ് വാട്ടർ പ്രൂഫ്. നമ്മുടെ ത്വക്കിലുള്ള എപ്പിഡെർമിസ് കാണപ്പെടുന്ന കെരാറ്റിൻ രോഗാണുക്കളെ തടയുന്നു. സെബേഷ്യസ് ഗ്രന്ഥി സെബം ഉണ്ടാക്കുന്നു, അത് എണ്ണമയമുള്ളതാക്കുന്നു, അപ്പം വെള്ളം പറ്റി പിടിക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. പിന്നെയോ സ്വെറ്റ് ആക്ടേഴ്സ് ഡിസ്ഇൻഫെക്റ്റന്റ്, നമ്മുടെ വിയർപ്പ് എന്ന് പറയുന്നത് എന്താണ്, അണുനാശിനിയാണ്, അതും രോഗാണുക്കളെ തടയുന്നുണ്ട്. ഇത് മൂന്നും അല്ലെങ്കിൽ ഇത് നാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സ്കിന്നിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്തത് നിങ്ങൾ ഷുവർ ആയിട്ടും ആനുവൽ എക്സാമിന് പ്രതീക്ഷിക്കേണ്ട ഒരു എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഹോർമോൺസുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫംഗ്ഷൻ, അതുപോലെ ഹോർമോൺ. ജിബെറലിന്റെ ഫംഗ്ഷൻ നമുക്ക് എഴുതണം, അതുപോലെ തന്നെ ഓരോ ചില ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഹോർമോൺ ഏതാണെന്ന് കണ്ടെത്താൻ വേണം. ഇപ്പൊ ജിബെറലിന്റെ ഫംഗ്ഷൻ ആണ് സ്റ്റിമുലേറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ടു സ്റ്റിമുലേറ്റ് ജോമിനേഷൻ, സ്പ്രൗട്ടിംഗ് ഓഫ് ലീഫ് അല്ലെ, സമൃദ്ധാകാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നു, ഇല വിരിയാൻ സഹായിക്കുന്നതും നമ്മുടെ ജിബെറലിനാണ്. ആൻഡ് പിന്നെ ഇതാ ബി എന്ന് പറയുന്നത് കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം, അത് ആരുടെയാ, സൈറ്റോകൈനിന്റെ ഫംഗ്ഷൻ ആണ്. പിന്നെ അഗ്രമുകുളത്തിന്റെ വളർച്ച, എപ്പിക്കലായിട്ട് നമ്മുടെ ബഡിന്റെ ഡെവലപ്മെന്റ് നടത്തുന്നത് നമ്മുടെ ഓക്സിൻ ഹോർമോൺ ആണ്. അതുപോലെ ഫലരൂപീകരണം, ഫ്രൂട്ട് ഫോർമേഷനോ, അതും നമ്മുടെ ഓക്സിൻ തന്നെ ചെയ്യുന്നതാണ്. എത്തിലീന്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞതാണ് ഫ്ലവറിങ് അല്ലെ, റൈപ്പനിങ്ങും ലീവ്സ് ആൻഡ് ഫ്രൂട്ട് ഫോർമേഷനും, പഴങ്ങളും ഇലകളൊക്കെ പഴുത്ത് അതുപോലെ തന്നെ പോകാൻ സഹായിക്കുന്നത് ആരാ, നമ്മുടെ എത്തലീനാണ്. ഇല, കായ് എന്നിവ പൊഴിയാൻ സഹായിക്കുന്നത് അബ്സെസിക് ആസിഡ് ആണ് കേട്ടോ. നമ്മുടെ ഫാളിംഗ് ഓഫ് ലീഫ്, റൈപ്പൻഡ് ഫ്രൂട്ട്സും ലീവ്സും കൊഴിയാൻ നമ്മളെ സഹായിക്കുന്നത് അബ്സെസിക് ആസിഡ് ആണ്. അപ്പം പ്ലാന്റ് ഹോർമോൺസ് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെക്കണം. ഫംഗ്ഷൻസ് ആയിട്ട് തന്നെ ചോദിക്കും, ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട്. അപ്പൊ ഇല്ലസ്ട്രേഷൻ വരാനാണ് ചാൻസ് ഉള്ളത്. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓർഗാനിസം വിത്ത് വേരിയേഷൻ, ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. Which theory of evolution is indicated here? What is the significance of variation in the origin of new species? ഇവിടെ നമുക്കറിയാം ഡാർവിന്റെ തിയറി അല്ലെങ്കിൽ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഡാർവിൻ ഈ തിയറി പ്രകാരം പറയുന്നത് എന്താണ്, അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻ ഇൻഹെറിറ്റഡ് ത്രൂ ജനറേഷൻ ലീഡ് ടു ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ് അല്ലെ. ഓരോ തലമുറകൾ കഴിഞ്ഞ് വരുമ്പോൾ ഓരോ വ്യതിയാനത്തിന് കാരണമാകുന്നു ഈ വേരിയേഷൻസ്. അങ്ങനെ കാലങ്ങളോളം ഈ വ്യതിയാനങ്ങളെല്ലാം കൂടിക്കൂടി ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാവാൻ കാരണമാകുന്നു. അപ്പം ന്യൂ സ്പീഷീസ് ഉണ്ടാവാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് വേരിയേഷൻ, വ്യതിയാനങ്ങളാണ് അവിടുത്തെ കാരണമെന്ന് പഠിച്ചു വെക്കാം.
വാട്ട് ഈസ് സ്പെസിഫിക് ഡിഫൻസ്? നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓരോ ആന്റിജനെയും ഘടന തിരിച്ചറിയുകയും അതിനെ പ്രത്യേകമായി നശിപ്പിക്കുന്ന പ്രതിരോധത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് കേട്ടോ. ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം ആണ് കാണിക്കുന്നത്. പിന്നെ ഇതാ certain defect or disease affect the eyes and their causes given in the box make 4 pairs as given in the model ആണ്. നമുക്ക് മയോപ്പിയ, സിറോഫ്താൽമിയ, പ്രൊളോങ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ, ഇലോങ്ങേറ്റഡ് ഐബോൾ, അങ്ങനെ പല തരത്തിലുള്ള രോഗങ്ങളും അതിന്റെ കുറച്ച് സിംറ്റംസും തന്നിട്ടുണ്ട്. പെയർ ആക്കാനാണ് പറഞ്ഞത്. ഒന്നാമത്തെ പഠിച്ചോളുക, സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ എന്താ ചെയ്യുന്നത്? വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്നതാണ്, തുടർച്ചയായ വിറ്റാമിൻ എയുടെ അഭാവം. ഗ്ലൂക്കോമ, ഫെയിലിയർ ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ ആണ്. നമ്മുടെ ഗ്ലൂക്കോമ, അക്വസ് ദ്രവത്തിന്റെ പുനരാഗിരണത്തിൽ തടസ്സം വരുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്ത്? ഗ്ലൂക്കോമ. ലെൻസ് ഒപ്പീക്ക് ആവുന്നതാണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്. നേത്ര ലെൻസ് അധാര്യമാവുന്നതാണ് കാറ്ററാക്ട് അല്ലെങ്കിൽ തിമിരം. ദെൻ ഡിഫക്ട് ഓഫ് കോൺ സെൽ, കോൺ കോശങ്ങളുടെ തകരാറാണെന്ത്? കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ രോഗങ്ങൾ വന്നാൽ മനസ്സിലാക്കി വെക്കണം, മറന്നു പോകരുത്. ഇവിടെ മയോപ്പിയ, ഹ്രസ്വദൃഷ്ടി തന്നിട്ടുണ്ട്, പക്ഷേ അതിന്റെ റീസൺ ഒന്നും തന്നിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ ഓരോ ഭാഗങ്ങൾ തന്നാലും മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഡിസീസ് പലതും തരും, അതിന്റെ സിംറ്റംസ് പഠിച്ചു വെച്ചാലേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നോട്ട് ചെയ്ത് തന്നെ പോകേണ്ടതാണ്. അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ റിഗാർഡിംഗ് ദ ടെസ്റ്റ് സാമ്പിൾ ഇൻ DNA ഫിംഗർ പ്രിന്റിംഗ് ആൻഡ് ആൻസർ. വാട്ട് കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ സാമ്പിൾ ക്വസ്റ്റ്യൻ? അപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ നമ്മൾ ഈ ഫിഗർ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ കണ്ടല്ല, സാമ്പിളും അതുപോലെ തന്നെ വ്യക്തി രണ്ടും ഒരേപോലെയാണ് കാണിക്കുന്നത്. അപ്പൊ അതാണ് അവിടുത്തെ കൾപ്രിറ്റ് എന്ന് നമുക്ക് മനസ്സിലാകും. DNA ഫിംഗർ പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനം, ബേസിസ് എന്താണെന്നാണ്. ഒന്നാമത്തേത് എന്താ? അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയേറ്റഡ്സ് ഇൻ ദ DNA ഓഫ് ഈച്ച് പേഴ്സൺ ഡിഫറെന്റ്. ഓരോ വ്യക്തിയിലും അതിലെ DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വ്യത്യാസമാണ്. ആ വ്യത്യാസമാണ് നമ്മുടെ DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ. ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ ചോദ്യം വരാം. പഠിച്ചു വെച്ചോളാം. DNA ഓരോ വ്യക്തിയിലും ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വ്യത്യാസമുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ മറ്റ് 2 ഉപയോഗങ്ങൾ എഴുതുക. 2 യൂസസ് ഓഫ് ദിസ് ടെക്നോളജി എന്തൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത്? ഒന്ന്, ഹെറിഡിറ്ററി ആസ്പെക്ട്സ് ട്രേസ് ചെയ്യാം, പിന്നെ ഡെത്ത് ട്രേസ് ചെയ്യാം, നമുക്ക് കാണാതായി പോയ മിസ്സിംഗ് ആയവരെ കണ്ടുവെത്താം, നാച്ചുറൽ കലാമിറ്റീസിലൊക്കെ പെട്ട ആൾക്കാരെ കണ്ടെത്താൻ സഹായിക്കും. സോ നമുക്ക് മാതൃപിതൃത്വ തർക്കങ്ങളിൽ യഥാർത്ഥ മാതാപിതാക്കളെ തിരിച്ചറിയാം. മോഷണം ഒക്കെ നടത്തി അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം നടത്തിയ ആളെ കൾപ്രിറ്റിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ആൻഡ് DNA താരതമ്യം ചെയ്ത് സംശയപ്പെടുന്ന കുറ്റവാളി തിരിച്ചറിയാൻ നമുക്ക് പറ്റും. അപ്പം ഇതൊക്കെ എന്താണ്? ഇതിന്റെ 2 ആപ്ലിക്കേഷൻസ് ആയിട്ട് പഠിച്ചു വെക്കാവുന്നതാണ്. അടുത്ത നോക്കിക്കേ, ഓവൽ വിൻഡോ, യൂസ്റ്റേഷൻ ട്യൂബ്, ടിംപാനം. മാത്സ് ഫോളോയിങ് ആണ്. ഇയറിന്റെ ഭാഗങ്ങളാണ്. ഇന്റേണൽ ഇയർ പ്രത്യേകമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓവൽ വിൻഡോ, മെംബ്രെയിൻ സീൻ അറ്റാച്ച് ടു ദ സ്റ്റേപ്പിസ് ആണ്, സ്റ്റേപ്പസിനോട് അടുത്ത് കാണുന്നതാണ്. വൈബ്രേഷൻ ഓഫ് ഇയർ ഓസിക്കിൾസ് ടു ഇന്നർ ഇയറിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഓവൽ വിൻഡോ. സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലം അസ്ഥി ശൃംഖലയിലെ കമ്പനം ആന്തര കർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. രണ്ടാമത്തേതാണ് യൂസ്റ്റേഷൻ ട്യൂബ്. കണക്ട് ദ മിഡിൽ ഇയർ ആൻഡ് ഫാരിങ്സ് ആണ്. ബാലൻസ് ദ പ്രഷർ ഓൺ ഈതർ സൈഡ് ഓഫ് ദ ടിംപാനം. അല്ലെ, മിഡിൽ ഇയറിനെ നമ്മുടെ ഫാരിങ്സിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് യൂസ്റ്റേഷൻ ട്യൂബ്. പ്രഷർ ടിംപാനത്തിലെയും അതുപോലെ തന്നെ നമ്മുടെ ഈ 2 ഭാഗത്തെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് യൂസ്റ്റേഷൻ നാളിയാണ്. പിന്നെയുള്ളത് മൂന്നാമത്തേത് നമ്മുടെ ടിംപാനമാണ്. തിൻ സർക്കുലർ മെംബ്രെയിൻ സെപ്പറേറ്റ് ദ മിഡിൽ ഇയർ ഫ്രം ദ എക്സ്റ്റേണൽ ഇയർ, വൈബ്രേറ്റ് ഇൻ റെസൊണൻസ് വിത്ത് സൗണ്ട് വേവ്. അല്ലെ, കർണപടം എന്ന് പറയുന്നത് മധ്യകർണത്തിന്റെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന നേർത്ത സ്ഥലമാണ്. ശബ്ദ തരങ്ങൾക്ക് അനുസരിച്ച് കമ്പനം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഭാഗമാണെന്ത്? ഈ ഒരു 3 ഭാഗങ്ങൾ അത് അടയാളപ്പെടുത്താൻ പഠിച്ചു വെക്കാം. ദെൻ അടുത്തത് നോക്കിക്കേ, വളരെ ഇമ്പോർട്ടന്റ് ഡയഗ്രാം ആണ് ഇത്. നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ ഒന്ന് പേടിക്കും, പക്ഷെ നിങ്ങൾക്ക് ആലോചിച്ച് ആൻസർ ചെയ്യാവുന്നതാണ്. എ എന്താണ്, പി എന്താണെന്നാണ് ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ആൻസർ ചെയ്യാം മക്കളെ. എയും ബിയും തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് സൊമാറ്റിക് ക്രോമസോംസും ബി എന്ന് പറയുന്നത് സെക്സ് ക്രോമസോമും ആണ്. നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബാക്കിയുള്ള ഫീച്ചേഴ്സ്, നമ്മുടെ സ്കിന്ന്, മുടി, നമ്മുടെ ശരീരം എങ്ങനെയായിരിക്കണം, അതിനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മുടെ സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് സെക്സ് ക്രോമസോം അല്ലെങ്കിൽ ലിംഗനിർണയ ക്രോമസോമുകൾ. അതാണ് എയും ബിയും. വിച്ച് ആർ ദ സെക്സ് ക്രോമസോം? എക്സു അല്ലെ. എക്സ് ആൻഡ് വൈ ആണ് മെയിൽസിൽ നമുക്ക് കാണാം. ഫീമെയിലിൽ നമ്മൾ എന്ത് കാണും? എക്സ് എക്സോ ആണ് കാണാം. ഇനി സി കണ്ടില്ലേ, മെയിലിൽ 44+ എന്ത് വരും? എക്സ് വൈ വരും. ഫീമെയിലിൽ 44+ XX ആണ് വരും. അപ്പൊ ക്രോമസോമുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാ വരുന്നതെന്ന് പഠിച്ചു വെക്കാം. അടുത്തതും ഇമ്പോർട്ടന്റ് ആണ്. ഇത് തന്നിട്ട് നിങ്ങളോട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദ്യം വരും. അപ്പൊ നോക്കി വെച്ചോ. ഇവിടെ നോക്കാം,
എക്സ് വൈ എന്ന എൻസൈമുകൾ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഇത്, വൈ എന്ന് പറയുന്നത് ഇതുമാണ്. ഇവിടെ ജീനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എക്സ്. കട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം ആണ്. വൈ എന്ന് പറയുന്നത് കൂട്ടി യോജിപ്പിക്കാനാണ്, ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്ന പശയാണ് അല്ലെ. അതാണ് DNA ലൈഗേസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, ജനറ്റിക് ഗ്ലൂ എന്നറിയപ്പെടുന്നത്. ആൻഡ് ഈ പ്രക്രിയ പ്ലാസ്മിഡിന്റെ പ്ലാസ്മിഡ് എന്താ വെക്ടർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് വേണ്ട ജീനെ മറ്റൊരിലേക്ക് കൊണ്ടുപോകാൻ വാഹകരായിട്ട് ഉപയോഗിക്കുന്നതാണ് ബാക്ടീരിയയിലെ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ദെൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ബാക്ടീരിയയുടെ പിൻതലമുറയിലേക്ക് ഇൻസുലിന്റെ ഉൽപാദന ശേഷിയും ഉണ്ടാകുമോ, അടുത്ത ജനറേഷനിലേക്ക് ഇത് പോകുമോ എന്ന് എന്നുള്ള ചോദ്യം. കാരണം ബാക്ടീരിയ കണ്ടെയ്ൻ ജീൻ ദാറ്റ് എബിലിറ്റി വിച്ച് കൺട്രോളിംഗ് ഇൻസുലിൻ പ്രൊഡക്ഷൻ റെപ്ലിക്കേറ്റ് ആൻഡ് ഫോംസ് മോർ ഇൻ നമ്പർ അല്ലെ. ഇൻസുലിൻ മാറിക്കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ ഉള്ളിലെ റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് അടുത്ത ബാക്ടീരിയ ഉണ്ടാവുമ്പോൾ ഈ ഇൻസുലിന്റെ ജീനും പോകുന്നുണ്ട്. അത് ബാക്ടീരിയയുടെ നോർമൽ ഡിവിഷൻ സംഭവിക്കാൻ നടക്കുന്നതാണ്. സോ ഇൻസുലിൻ ഉൽപാദനം നിയന്ത്രിക്കുന്ന ജീനുകൾ അടങ്ങിയ ബാക്ടീരിയ അവയുടെ പകർപ്പെടുക്കുകയും എണ്ണത്തിൽ കൂടുതൽ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ബാക്ടീരിയ ഇൻസുലിനുള്ള ബാക്ടീരിയ ഡിവൈഡ് ചെയ്താൽ അതിനെയും കൊണ്ട് തന്നെയാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത് എന്ന് പഠിച്ചു വെക്കാം. സോ ഇത്രയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് ഉണ്ട്. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ മാരത്തോൺ ലൈവുകളായിട്ടും കോണ്ടന്റ് വീഡിയോസ് ഒക്കെ ആയിട്ട് കറക്റ്റ് ഡേറ്റിൽ വരുന്നതായിരിക്കും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ സ്റ്റേ ട്യൂൺ ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് കൂടുതൽ സമയം കൊടുത്ത് തന്നെ പഠിക്കേണ്ടതാണ്. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ. അപ്പം വേഗം തന്നെ കാണാം. ബൈ.